നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വടക്കൻ പാട്ടിലെ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അതും പ്രത്യേകിച്ച് തച്ചോളി മേപ്പയിൽ മാണിക്യത്ത് കുഞ്ഞോദയനൻ്റെ കഥകൾ. പേര് കേട്ട വീരശൂര പരാക്രമിയായിരുന്നല്ലോ കുഞ്ഞോദയനൻ. അംഗക്കുറിപ്പല്ലേ അദ്ദേഹം. 32ാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. അതിനോടിടയ്ക്ക് 64 അംഗങ്ങൾ പട പുറപ്പെട്ടു പോയി അംഗം വെട്ടുകയും ചെയ്തു. ലോകനാർഗാവിൽ നിന്നാണ് എല്ലാ അംഗങ്ങളും അംഗപ്പുറപ്പാടും നടത്തിയിട്ടുള്ളത്. ഈ 64 അംഗങ്ങളും ജയിച്ചു വന്ന ഉദയനക്കുറുപ്പ് ചതിയാലെ മാത്രമാണ് കൊല്ലാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ചതിയാലെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ വീരശൂര പരാക്രമിയായ തച്ചോളി മേപ്പയിൽ മാണിക്യത്ത് ഉദയനക്കുറുപ്പ് ഉപ്പാട്ടിയമ്മയുടെ 2ാമത്തെ മകൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ കഥ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സിദ്ധാന്തങ്ങൾ, ചില ആദർശങ്ങൾ. അതായത് അനാഥരായിട്ട് കുട്ടികൾ അനാഥപ്പെട്ടു പോകരുത്. അച്ഛനമ്മമാരുടെ ചില തെറ്റുകൾ കൊണ്ട് കുട്ടികൾക്ക് അനാഥത്വം വരരുത് എന്ന അദ്ദേഹത്തിനൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കൊണ്ട് ആകുന്ന വിധത്തിൽ അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള ആ ഗുണപാഠം കാണിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. തച്ചോളി മാണിക്യത്തെ ഉദയനക്കുറുപ്പും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പരിചയക്കാരനും ഒരുമാതിരി സുഹൃത്തുമൊക്കെ ആയിരുന്നു മറ്റൊരു ഉദയനൻ. അദ്ദേഹത്തിൻ്റെ പേര് ഉദയനൻ എന്ന് തന്നെയാണ്. അദ്ദേഹത്തിനെ പറയുന്നത് കടിഞ്ഞോത്ത് കുഞ്ഞോദയനൻ. കടിഞ്ഞോത്ത് കുഞ്ഞോദയനും തച്ചോളി ഉദയനക്കുറുപ്പും തമ്മിൽ അവരൊരുമിച്ച് പല കാര്യങ്ങളിലും യോജിച്ചു പോകുന്ന ഒരു അഭിപ്രായക്കാരാണ്. അവർക്ക് അപ്പോൾ തമ്മിൽ വളരെ സൗഹൃദമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കടിഞ്ഞോത്ത് മൂപ്പുകാർന്നവരായിട്ട് ഈ കുഞ്ഞോദയനം വന്നു. കടിഞ്ഞോത്തെ കുഞ്ഞോദയനൻ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന കാരണവന്മാരൊക്കെ മരിച്ചുപോയി. അദ്ദേഹത്തിന് മൂപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, എൻ്റെ ഈ ഉറുമിവാളുണ്ടല്ലോ, അന്നത്തെ അംഗക്കുറുപ്പന്മാർക്ക് സ്വന്തമായിട്ട് ഉറുമിവാളുണ്ട്, അംഗം വെട്ടാനുള്ള വാള്, തൻ്റെ വാള് പോരാ, തനിക്ക് നല്ലൊരു ഉറുമി പണിയിക്കണം. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് പേര് കേട്ട ഒരു കൊല്ലനാണ് രാമർ കൊല്ലൻ. രാമറെ വിളിച്ചു വരുത്തി ഇവിടെ വന്നു. എന്താ വിളിച്ചതെന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഉറുമി പണിയണം, ഉറുമി പണിതിട്ട് അത് വെള്ളിയാഴ്ചത്തേക്ക് പണി തീർന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം, പറ്റുമെന്ന് വെച്ചു. പിന്നാവാലോ പറ്റൂലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉറുമിക്ക് വേണ്ടതായ ഒരു ഉമ്മം വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായ പണം രാമറെ ഏൽപ്പിച്ചു. രാമറെ വീട്ടിൽ ചെന്നു ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ വാള് ഉറുമി പണിയാനായിട്ട് ഏൽപ്പിച്ചപ്പോൾ കടഞ്ഞോത്ത് കുഞ്ഞോദയൻ ഒരു കാര്യം പറഞ്ഞു, ഈ വാള് പണത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ആഘോഷത്തോടെ ആർഭാടമായിട്ട് വേണം. കാരണം നാട്ടുകാരൊക്കെ അറിയട്ടെ എനിക്ക് നല്ലൊരു ഉറുമി വാളുണ്ടെന്ന്, ഞാൻ നല്ലൊരു കുറുപ്പുവാണല്ലോ എന്ന് അറിയട്ടെ എന്ന് കരുതിക്കൊണ്ടുകൂടിയാണ്. അപ്പോൾ പറഞ്ഞു, അതിനെന്താ വേണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ഈ രാമരുള്ള. അപ്പോൾ പറഞ്ഞു, 101 കൊല്ലന്മാരും കൊല്ലത്തികളും കൂടി ഒരുമിച്ച് ആർപ്പ് വിളിച്ച് ആഘോഷമായിട്ട് വാള് വീരാളിപ്പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. അതിനെന്താ വിരോധം, ഞാൻ കൊണ്ടുവരാലോ എന്നും പറഞ്ഞു. അങ്ങനെ വാളിന് പണിയാൻ വേണ്ടിയിട്ടുള്ളതായ പണം ഏൽപ്പിച്ചത് വാങ്ങിച്ചു. രാമർ കൊല്ലൻ തൻ്റെ വീട്ടിൽ ചെന്ന് പണിസ്ഥലത്ത് ചെന്ന് ഉറുമിവാൾ പണതു, ക്ഷണിച്ചു എല്ലാവരെയും. നമ്മൾ കടിഞ്ഞോത്ത് കുഞ്ഞോദയനക്കുറുപ്പിൻ്റെ ഉറുമിവാളും കൊണ്ട് പോവുകയാണ് ആഘോഷമായിട്ട്. 101 പേര് കൊല്ലന്മാരും 101 കൊല്ലത്തിമാരും വരണം, ആഘോഷമായിട്ട് പോവാം, എല്ലാവർക്കും സമ്മാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല ഉത്സാഹമായിട്ട് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച രാവിലെ തന്നെ വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ കടഞ്ഞോത്ത് കുഞ്ഞോദയനു വേണ്ടിയുള്ള പുതിയ ഉറുമിവാളും കൊണ്ടങ്ങ് പോയി. അങ്ങനെ പോണ വഴിയൊക്കെ ആഘോഷമായിട്ട് ആർക്ക് വിളിച്ചുകൊണ്ട് പോണേ. അങ്ങനെ പോകുന്ന സമയത്ത് ആർത്ത് വിളിച്ച് ഉറുമിയും കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ തളയക്കുളത്ത് നമ്പ്യാരെന്ന് പറയുന്ന വലിയൊരു ഭവനുണ്ട്. അദ്ദേഹം ഇതുപോലെ ചേകവരും അംഗം വെട്ടുന്ന ആളും അന്നൊക്കെ വലിയ പ്രമാണിയൊക്കെയാണ് അദ്ദേഹം.
അപ്പോൾ ഈ തളയക്കുളത്ത് നമ്പ്യാരുടെ വീടിനടുത്ത് എത്തിയപ്പോൾ ഈ ആർപ്പുവിളി കേട്ടിയപ്പോൾ നമ്പ്യാർ ചോദിച്ചു, ഇതാരാടവേ, ഏതാണ്ട് ആർപ്പുവിളിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു. പടിപ്പുരയ്ക്ക് ചെന്ന് അന്വേഷിച്ച കാര്യസ്ഥന് മനസ്സിലായി ഇത് കുഞ്ഞോദേനുള്ള ഉറുമിയും കൊണ്ട് റാമർ കൊല്ലൻ 101 കൊല്ലന്മാരും 101 കൊല്ലത്തികളും ഒക്കെ ആയിട്ട് അകമ്പടിയായിട്ട് വീരാളിപ്പെട്ട് പൊതിഞ്ഞ് വാളെഴുന്നള്ളിച്ചുകൊണ്ട് പോവുകയാണ്. ഇദ്ദേഹം വേഗം എഴുന്നള്ളിപ്പ് ഇദ്ദേഹത്തിൻ്റെ പടിയുടെ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ഇവിടെ തടുത്തിട്ട് പറയണത് എന്താണെന്നോ, ഇവിടെ ഒരു വിളക്ക് വെക്കണം. എവിടെ? അപ്പോൾ ഓരോ കുടുംബത്തിലും കാർന്നോന്മാരെ വെച്ച് പൂജിക്കുന്ന ഓരോ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ടാകുക. ആ ക്ഷേത്രങ്ങളിൽ വിളക്ക് വയ്ക്കലുണ്ട്. ആ വിളക്ക് വെപ്പിന് ഒരു പണം 4 പണം ഇവിടെ തന്നാലേ അങ്ങോട്ട് ആഘോഷം കടത്തി വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാമർ പറഞ്ഞു, ഞാൻ ഒരു പണവും കൊണ്ടുവന്നിട്ടില്ല, എനിക്കിപ്പോൾ ഇതവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പണവും ഒക്കെ സമ്മാനമായിട്ട് കിട്ടും, അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ തരാം, അങ്ങനെ അപ്പോൾ ഇവിടെ പണം തരാമെന്ന് പറഞ്ഞു. അത് തളയക്കുളത്ത് നമ്പ്യാർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അദ്ദേഹം വേഗം തന്നെ പടയാളികളെ ആളും കൂടിയിട്ട് ആ വന്നേക്കണ ഈ റാമർ കൊല്ലനെയും അതേ കൂടെയുള്ള 101 കൊല്ലന്മാരെയും കൊല്ലത്തികളെയും ഒക്കെ ദേഹോപദ്രവം ചെയ്തു. നിങ്ങളുടെ ഒരു വാളെഴുന്നള്ളിപ്പ്, കുഞ്ഞോദേനൻ എത്ര വലിയ കാര്യമാണ്. കടിഞ്ഞോത്ത് കുഞ്ഞോദേനെ നിങ്ങൾക്ക് ഇത്ര വലിയ കാര്യമാണോ? എനിക്കുള്ള പണം വെച്ചല്ലാണ്ട് ഇവിടുന്ന് പോവുകയാണോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേഹോപദ്രവം ചെയ്തു. അവരെ പിന്നെ ഓടി ചെന്ന് അടി വരുമ്പോഴേക്കും ഓടിപ്പോയി ഒരുമിച്ച് കൂടി ഈ കടഞ്ഞോത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ എന്താ, എല്ലാവരും ചോര ഒലിപ്പിച്ച് ദേഹത്തിന് പരിക്കൊക്കെ പറ്റിയിട്ടാണ് ചെല്ലണേ. അപ്പോൾ അന്നേരം ചോദിച്ചു, കടഞ്ഞോത്ത് ഇതെന്താ പറ്റിയേ, നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ എന്താ വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, നിങ്ങൾക്കൊക്കെ പരിക്ക് പറ്റിയില്ലോ? അപ്പോൾ അവർ ഈ ഉള്ള കാര്യം പറഞ്ഞു. ഇന്ന പോലെ ഞങ്ങളെ ഈ തളക്കുളത്ത് നമ്പ്യാർ തടഞ്ഞു, ഞങ്ങൾ അവിടുന്ന് ഓടിപ്പോരുക ചെയ്തിരുന്നു. സാരമില്ല, അയാളോട് ഞാൻ ചോദിച്ചോളാം പകരം, നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഈ 101 കൊല്ലന്മാർക്കും കൊല്ലത്തികൾക്കും റാമർ കൊല്ലന് പ്രത്യേകമായിട്ടും ഒക്കെ സമ്മാനങ്ങളും ഒക്കെ കൊടുത്തു. സ്വർണം കൊടുത്തു, പണം കൊടുത്തു, നെല്ല്, അരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുത്തിട്ട് അവരെയൊക്കെ സമാധാനമായിട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രിയായപ്പോൾ ഈ കടിഞ്ഞോത്ത് കുഞ്ഞോദയനൻ വിവാഹിതനാണ് കേട്ടോ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ പേര് കുഞ്ഞിമാധു എന്നാണ്. കുഞ്ഞുമാധു എന്ന് പറഞ്ഞാൽ വൈരക്കുളത്ത് വൈക്കിലേരിക്കുട്ടി കുഞ്ഞിമാധു. വൈക്കിലേരി എന്നാണ് കുഞ്ഞുമാധുവിൻ്റെ വീട്ടുപേര്. വൈക്കിലേരിക്കുട്ടി കുഞ്ഞിമാധു ഈ കടിഞ്ഞോത്ത് കുഞ്ഞോദയനൻ പറയാണ്, നിന്നോട് ഞാനൊരു കാര്യം പറയാം. തളയക്കുളത്തെ കണ്ണൻ നമ്പ്യാർ, വൈക്കിലേരിക്കുട്ടി കുഞ്ഞിമാധു, ഈ തളയക്കുളത്ത് കണ്ണൻ നമ്പ്യാരെ എനിക്ക് ഉറുമിവാളും കൊണ്ടുവരുന്ന കൊല്ലന്മാരെയൊക്കെ തടഞ്ഞു വെച്ച് ഉപദ്രവിച്ചു. അതുകൊണ്ട് എനിക്ക് അയാളോട് പകരം വീട്ടണം. ഞാൻ അയാളെ കാത്തിരിക്കുക. നല്ല സൗകര്യമായിട്ട് ഒരു ദിവസം പോയി അംഗം വെട്ടി അയാളെ കൊന്നുകളയണം. എനിക്ക് അയാളോട് അംഗം വെട്ടണം ഞാൻ തീരുമാനിച്ചേക്കെന്ന് അയാൾ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ വൈക്കിലേരിക്കുട്ടി കുഞ്ഞിമാധു അതീവ സുന്ദരിയാണ്. കാര്യം കടിഞ്ഞോത്ത് കുഞ്ഞോദേനൻ ഭർത്താവാണ്, കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലാത്ത ദാമ്പത്യ ജീവിതമായിരുന്നു. അയാളുടെ ശൂരതയും കാര്യങ്ങളും വീര്യങ്ങളും ഒന്നും കുഞ്ഞുമാധുവിന് അത്ര അങ്ങോട്ട് പിടിക്കില്ല. കുഞ്ഞുമാധുവിനൊരു തോന്നലുണ്ട്, ഞാനാണ് ഭൂലോക സുന്ദരി എന്ന്. അവളെന്ത് ചെയ്തു എന്നറിയാമോ? ഈ തൻ്റെ ഭർത്താവ് കടിഞ്ഞോത്ത് കുഞ്ഞോദേനം പറഞ്ഞു തളിക്കോട്ട് ഈ കണ്ണൻ നമ്പ്യാരെ അംഗം വെട്ടും എന്ന് പറഞ്ഞ കാര്യം വേഗം ഒട്ടും വൈകാതെ കണ്ട് കാലത്തെ തന്നെ നേരത്തെ തന്നെ അയാളുടെ വീട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോയി. ആരുടെ? കണ്ണൻ നമ്പ്യാരുടെ വീട്ടിൽ ചെന്ന് എണ്ണയും താളിയടിപ്പിച്ച് കൂട്ടുകാരിയൊക്കെ കൂട്ടി അവിടെ ചെന്ന് ആർഭാടമായിട്ടുള്ള കുളിക്ക് അങ്ങനെ ഒരു സൗഹൃദമായിട്ട് പോകാറുണ്ട് പലരും. അന്നത്തെ കാലത്ത് ഒരു സാമൂഹ്യ വ്യവസ്ഥിതി അങ്ങനെയാണ്. ഈ വൈകിലേരിക്കുട്ടി കുഞ്ഞുമാത് കുളിക്കാൻ വന്ന് കുളി കഴിഞ്ഞ് കയറി പോകുമ്പോൾ കണ്ണൻ നമ്പ്യാർ കണ്ടു. അപ്പോഴാണ് വാസ്തവത്തിൽ ഈ കടിഞ്ഞോത്ത് കുഞ്ഞോദേനൻ്റെ ഭാര്യ
അത്രയ്ക്ക് സുന്ദരിയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ അദ്ദേഹം വേഗം ചെന്ന് വിളിച്ചു, വൈക്കിലേരിക്കുട്ടി കുഞ്ഞുമാധു, നിന്നെ കണ്ട വഴി എനിക്ക് മോഹം ജനിച്ചുല്ലോ. ഒരു ദിവസമെങ്കിലും എനിക്ക് ഊഴം വഴങ്ങണം, നീ അല്ലാതെ കണ്ട് പറ്റില്ല, തീരെ പറ്റില്ല എനിക്ക്. ഞാൻ അത്രമാത്രം കൂടെ മയങ്ങിപ്പോയി നിൻ്റെ സൗന്ദര്യത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ഒരു അവസരം 10 രൂപയുടെ കാശുണ്ടാക്കാൻ. മാത്രമല്ല, ഇയാൾ വന്ന് യുദ്ധം ചെയ്തിട്ട് തൻ്റെ ഭർത്താവ് ചത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾ ചത്തു പോകട്ടെ, ഇയാളെ ഭർത്താവായിട്ട് വെച്ചുകൊണ്ടിരിക്കാമല്ലോ. അന്ന് അത്രയ്ക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യവസ്ഥിതിയായിരുന്നു. ഉടൻ തന്നെ കുഞ്ഞുമാധു പറഞ്ഞു, അതിനെന്താ, ഊഴം വഴങ്ങാൻ എനിക്കുമില്ല, ഒട്ടും വിഷമമില്ല. അങ്ങ് പക്ഷേ എപ്പോഴാണ് വരിക എൻ്റെ വീട്ടിലേക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ സന്ധ്യ മയങ്ങിയിട്ട് വരാമെന്ന്. അയ്യോ, സന്ധ്യ വാങ്ങിയിട്ടൊന്നും അങ്ങോട്ട് കയറി വരാൻ ഒരു നിവർത്തി ഉണ്ടാവില്ല. ഈയിടെ ആയിട്ട് അവിടെ ഒരു ചൊക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചൊക്കനെന്ന് പറഞ്ഞാൽ നല്ലൊരു നായക്കുട്ടി. ആ നായക്കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ ചങ്ങലയൊക്കെ ഇട്ട് പൂട്ടിയിട്ടേക്കും പകല്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അതിനെ അഴിച്ചു വിടും. ആ നായക്കുട്ടി ഒരു മനുഷ്യരെ അങ്ങോട്ട് അടുപ്പിക്കില്ല എന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, വൈക്കിലേരിക്കുട്ടി കുഞ്ഞുമാധു, നിനക്കെന്നോട് സ്ഥായി ഉണ്ടെങ്കിൽ എനിക്ക് നിനക്ക് ആ നായയെ ഒതുക്കാൻ പറ്റും. അതിനുള്ള സൂത്രം നീ എനിക്ക് പറഞ്ഞതാ. ഞാൻ ആ നായയെ ഒതുക്കിയിട്ട് കയറി വന്നോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് നിൻ്റെ വാതിക്ക് വന്ന് തട്ടിക്കൊള്ളാം പറഞ്ഞു. അപ്പോൾ മാധുക്കുട്ടി പറഞ്ഞു, എന്നും ഉണക്കത്തേങ്ങ തിന്നുന്നവനെ നാളെ ഞാൻ ഉണക്കത്തേങ്ങ കൊടുക്കില്ല. ഒരു വ്യാഴാഴ്ച, നാളെ വ്യാഴാഴ്ച ഊഴം വഴങ്ങാൻ പറ്റിയ ദിവസമാണ്. നാളെ ഞാൻ അവന് ഉണക്കത്തേങ്ങ കൊടുക്കില്ല. അപ്പം നിങ്ങൾ വന്ന് ഉണക്കത്തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഉണക്കത്തേങ്ങയും തിന്ന് അവൻ അവിടെ നിന്നോളും, ശല്യമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഓ ശരി ശരി, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഉണ്ടല്ലോ കണ്ണൻ നമ്പ്യാരെ തടസ്സം. അതെന്ത് തടസ്സം? അപ്പോൾ പറഞ്ഞു, വെള്ളിച്ചിലമ്പ് കെട്ടിയ പൂവൻ കോഴിയുണ്ട് അവിടെ. ഒരു കോഴിയെ വളർത്തുന്നുണ്ട് കടിഞ്ഞോത്ത് കുഞ്ഞോതേനെ. എന്താന്ന് ആ കോഴിയുടെ ജോലി? വെളുപ്പാൻ കാലമാകുമ്പോഴത്തേക്കും പരിചയമില്ലാത്തവരെ കണ്ട വെളുപ്പിന് പോവാൻ വേണ്ടിയിട്ടും കണി കാണാൻ വേണ്ടിയിട്ടുമാണ് കോഴിയെ വളർത്തുന്നത്. പക്ഷെ പരിചയമില്ലാത്തൊരു ശബ്ദ കാര്യങ്ങളോ കേട്ടാൽ ചൊക്കം കണ്ടില്ലെങ്കിലും കോഴി കാണും. ആ കോഴി അങ്ങോട്ട് കൂവും. അപ്പോഴും നിങ്ങളുടെ കാര്യം പോക്കാം. കടഞ്ഞോത്ത് കുഞ്ഞോതേനെ എണീറ്റ് വരൂലേ കിടക്കുന്നിടത്തുനിന്ന്. അതിനപ്പോൾ കോഴിയെ മയക്കാൻ എന്താ വഴി? കോഴിയെ മയക്കാൻ ഇപ്പം എന്താ വഴിയെന്ന് വെച്ചാൽ, ഞാൻ ഈ ചൊക്കനെ കീഴടക്കിയ പോലെ തന്നെ ഈ കോഴിയെ കീഴടക്കാനുള്ള സൂത്രമുണ്ട്. സൂത്രം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഉടനെ തന്നെ നിൻ്റെ മനസ്സെന്നോട് ഉണ്ടെങ്കിൽ നാളേക്ക് ഊഴം വഴങ്ങായിനം ഓമനക്കടിഞ്ഞോത്തെ നിൻ്റെ ബന്ധു ഇന്നെന്നെ ഉറങ്ങിയാണ്ടാവില്ല. ബന്ധുവിനെ അവിടെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഉറക്കം വളരെ നീട്ടിക്കിട്ടാനായിട്ടുള്ള പണികൾ ഞാൻ ചെയ്തോളാം. ഈ കോഴിയെ ഒതുക്കാനുള്ള സൂത്രം കൂടി അങ്ങോട്ട് വന്നിട്ട് കോഴിയെ കൂടി ചിലമ്പിട്ട വെള്ളിക്കോഴിയെ ഒതുക്കാനായിട്ടുള്ള സൂത്രം കൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കോഴിയെ കൂടി ഒതുക്കിയിട്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ തളയക്കുളത്ത് കണ്ണൻ നമ്പ്യാരെ കടിഞ്ഞടത്ത് കുഞ്ഞോദയനൻ്റെ കിടപ്പറയിലെത്താൻ, കുഞ്ഞുമാധുവിനെ ഊഴം വഴങ്ങാനായിട്ട് കിടപ്പറയിലേക്ക് എത്താനായിട്ട് അവിടെ ചെന്നു. ഇതായി വാതിൽക്കൽ മുട്ടി. കുഞ്ഞുമാധു വാതിൽ തുറന്നു, വാതിലിനകത്ത് കയറി. എന്നിട്ട് അവിടെ കിടന്നുറങ്ങുന്ന കുഞ്ഞോദയനൻ നല്ല ഉറക്കല്ലേ, അറിയാതെ മിണ്ടാതെ പറയാതെ വടിക്കിനിയിൽ നിന്നും മറ്റൊരറയിലേക്ക് പോയി അവിടെ ഊഴം വഴങ്ങലൊക്കെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്തോ പിറ്റേ ദിവസം അങ്ങനെ രണ്ടും പിരിഞ്ഞ് ഓമനക്കടിഞ്ഞത്തെ കുഞ്ഞോദയനൻ നേരമൊട്ടന്തി മൂന്തിയ നേരത്ത്, സന്ധ്യ നേരത്ത് അവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് അയാളുടെ ആ മോഹവും സാധിച്ച് തിരിച്ചു പോരുന്നേരം ഈ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞോദയനന് എന്തോ ഒരു പന്തികേട് തോന്നി. അദ്ദേഹം ഉണർന്നവിടെ ഇരുന്നു. ഉണർന്നിരുന്നിട്ട് ഉറക്കം നടിച്ച് അവിടെ കിടന്നു. ഇപ്പം ഈ നേരത്തെ ഒരാളോട് ഒരു മല്ലിന് പോകാൻ പറ്റില്ല. ആരാണ് ഇവളെ
തൻ്റെ ഭാര്യയായ അതിസുന്ദരിയായ തൻ്റെ ഭാര്യ വൈക്കിലേരിക്കട്ടി കുഞ്ഞിമാധുവിനെ മയക്കി ഇവിടെ ഊഴം വഴങ്ങാൻ വന്നേക്കണമെന്ന് മനസ്സിലായില്ല. വാസ്തവത്തിൽ ആരോ ഇവളെ സ്വാധീനിച്ച് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അതാരാണെന്നൊന്ന് അറിയട്ടെ എന്ന് കരുതി ഇയാളെ ഉറക്കം നടിച്ച് അവിടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ വരുന്നു തളയക്കുളത്ത് കണ്ണൻ നമ്പ്യാർ ഊഴം വഴങ്ങലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഈ കുഞ്ഞോദേനൻ, അതായത് മാധുക്കുട്ടിയുടെ ഭർത്താവ് കുഞ്ഞോദേനൻ മാധുക്കുട്ടി അവിടെ വിളിച്ചു, നീയെ എൻ്റെ പണമാണ് മോഹിച്ചതെങ്കിൽ ഞാൻ നിനക്ക് പണം തന്നേനേലോ, എത്ര പണം വേണമെങ്കിലും തന്നേനേലോ. സ്വർണമാണ് മോഹിച്ചതെങ്കിൽ സ്വർണവും തന്നേനു. എൻ്റെ ശരീരത്തോടല്ല അല്ലേ നിനക്ക് ആഗ്രഹം? നിനക്ക് തളയക്കുളത്ത് കണ്ണൻ നമ്പ്യാരുടെ ശരീരമായിട്ടാണ് അല്ലേ ആഗ്രഹം? ആട്ടെ, കണ്ണൻ നമ്പ്യാർ നിനക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അരേ കിടന്നിരുന്ന 330 പവൻ്റെ പൊന്നരഞ്ഞാണം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഓ ഗംഭീരം തന്നെ എന്നും പറഞ്ഞെങ്കിലും ഇയാൾ പറഞ്ഞ് ഈ കുഞ്ഞോദേനൻ എന്തു ചെയ്തു? ഇനി ഇവളെ വച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന് കരുതി അവളുടെ കഴുത്ത് വെട്ടി എന്നെയല്ലാലോ കൊതിച്ചതു നീ. അപ്പോൾ ഈ കുഞ്ഞോദേനൻ വൈക്കിലേരി കുട്ടി കുഞ്ഞി മാധു ഭാര്യയോട് ചോദിക്കുന്ന, വൈക്കിലേരി കുട്ടി കുഞ്ഞി മാധു എന്നെയല്ലാലോ കൊതിച്ചതു നീ. താളേക്കുളത്തെ കണ്ണൻ നമ്പിയാരെ, നീ താളേക്കുളത്തെ കണ്ണൻ നമ്പിയാരെയാണ്. ഇനി എന്നെ തൊടാനായിട്ട് നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ കഴുത്ത് വെട്ടിക്കൊണ്ടു. എന്നിട്ട് കുഞ്ഞോദേനൻ എന്താ വിചാരിച്ചേ, ഉണ്ടായ സംഭവങ്ങളെല്ലാം കൂടെ അങ്ങൊരു വാറോലയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടില്ലേ, ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വയ്ക്കും. എന്തുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യണമെന്ന് എഴുതി വച്ചിട്ടുണ്ടാവുന്നത് എന്നതുപോലെ കുഞ്ഞോദേനൻ പറഞ്ഞു, ഇനി ജീവിച്ചിരിക്കണില്ല, ഏതായാലും ഭാര്യയെ കൊന്നു, തനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ അർഹതയില്ല. മാത്രമല്ല അയാൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഭാര്യയെ സ്നേഹിച്ചിരുന്നതാണ്. അവളില്ലാണ്ട് ഇനിയൊരു ജീവിതം വേണ്ടെന്ന് കരുതി ഒരു വാറോല എന്ന് പറഞ്ഞാൽ തൻ്റെ ചങ്ങാതിയായ തച്ചോളി മേപ്പയിൽ കുഞ്ഞോദേനനെ സംബോധന ചെയ്തുകൊണ്ട് ഇന്ന പോലെയൊക്കെ ഉണ്ടായി, ഞാൻ പുതിയ ഉറുമി പണിയിപ്പിച്ചു, ആ ഉറുമി കൊണ്ട് എൻ്റെ ഭാര്യയെ തന്നെ കൊല്ലേണ്ടി വന്നു, ഇന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായി, തളയക്കുളത്ത് കണ്ണൻ നമ്പ്യാർ വന്ന് അവൾക്ക് ഊഴം വഴങ്ങി, എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഞാൻ അവളെ വെട്ടിക്കൊന്നു, ഇനി ഉടനെ തന്നെ ഞാനും ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഒരു വാറോല എഴുതി കെട്ടിയുണ്ടാക്കി പടിപ്പുരയിൽ അങ്ങോട്ട് കെട്ടി തൂക്കി. തച്ചോളി മേപ്പയിൽ മാണിക്യത്തെ കുഞ്ഞോദേനൻ അറിയുവാൻ എന്ന് പറഞ്ഞാണ് ആ വാറോലയുടെ തുടക്കം. അങ്ങനെ വാറോല പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് നായയെ ഇങ്ങോട്ട് വിളിച്ചു. ഭാര്യയെ കൊന്നിട്ടതിന് ശേഷം നായ ചൊക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കും എന്നെയല്ല അല്ലേ, യജമാനനായ എന്നോടല്ല അല്ലേ നിനക്ക് കൂറ്, നിനക്ക് വൈക്കിലേരിക്കുട്ടി കുഞ്ഞുമാധുവിനോട് നിങ്ങളുടെ യജമാനത്തിയോടെ കൂറ് അല്ലേ, അതുകൊണ്ട് അവൾ തന്ന തേങ്ങാപ്പൂളും തിന്ന് അവളുടെ ഭാഗത്ത് നിൽക്കുകയല്ലേ ചെയ്തത്, നീ കുരച്ചില്ലല്ലോ, മാറ്റാനെ കണ്ടപ്പോൾ കുരച്ച എന്നെ അറിയിച്ചില്ലല്ലോ, വല്ലവനും വന്ന് ഉറങ്ങിക്കിടക്കുന്ന എന്നെ പറ്റിച്ച് വല്ലവനും വന്ന് ഊഴമഴങ്ങി പോയില്ലേ, അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് ഈ കടഞ്ഞോത്ത് കുഞ്ഞോദേനൻ ആ നായയുടെ തലയോട് വെട്ടിയിട്ടു. പിന്നാലെ കോഴിയെ വിളിച്ചു, നീ എപ്പോഴും കൂപ്പിക്കൊണ്ട് കിടക്കണതാണല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ വാങ്ങിച്ചു തരണതല്ലേ, എന്നോടൊരു കൂറ് നീ കാണിച്ചില്ലല്ലോ, നീയെ കൂട്ടുനിന്നില്ലേ എൻ്റെ ഭാര്യയുടെ തോന്നിവാസത്തിന് എന്നും പറഞ്ഞ് ആ കോഴിയും വെട്ടിക്കൊന്നു. എന്നിട്ട് തന്നെ പോയി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വെളിച്ചായപ്പോഴത്തേക്കും ഭാര്യ മരിച്ചു കിടക്കണു, ഭർത്താവ് ആത്മഹത്യ ചെയ്തേക്കണു, നായ അവിടെ വെട്ടുകൊണ്ട് കിടക്കണു, ഇപ്പുറത്ത് കോഴിയും വെട്ടുകൊണ്ട് കിടക്കണം. അപ്പം ഈ തച്ചോളി ഓദേനൻ്റെ മരുമകൻ തച്ചോളി കുഞ്ഞിച്ചന്ത് ഈ വാർത്ത കേട്ടു. അദ്ദേഹം അതുവഴി വേഗം ചെന്ന് തച്ചോളി മേപ്പയിൽ മാണിക്യത്ത് കുഞ്ഞോദേനോട് പറഞ്ഞു, അമ്മാവ് അതേ അമ്മാവൻ്റെ കൂട്ടുകാരനല്ലേ കടഞ്ഞടുത്ത് കുഞ്ഞോദേനൻ, ഇന്നെ പോലൊക്കെ അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ആൾ മരിച്ചു, നമുക്കവിടെ വരെ വേഗം വിഷമത്തോടെ സങ്കടത്തോടെ എന്നാലും അകമ്പടിക്കാരെയൊക്കെ കൂട്ടി കുഞ്ഞോദേനൻ അവിടേക്ക് ചെന്നു. മേപ്പയിൽ തച്ചോളി ഓദേനൻ ചെന്നു പടിപ്പുര കയറിയപ്പോൾ
വാറോല തൂങ്ങിക്കിടക്കണം. വാറോലയിൽ നോക്കിയപ്പോഴാണ്, വാറോല കണ്ട് വായിച്ച് നോക്കിയപ്പോഴാണ് ഉണ്ടായ സംഭവം മുഴുവൻ ഉദയനന് മനസ്സിലായത്. ഉദയനൻ പിന്നീട് വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് 2 പേരുടെയും ശവടക്കം നടത്തണം, അവരുടെ കുട്ടികൾ അവിടെ മാറിയിരുന്ന് കരയുക. അപ്പോൾ കുഞ്ഞുമാധുവിൻ്റെ ആങ്ങളമാർ വന്നിട്ടുണ്ട് 2 ആൾ. അവരോട് പറഞ്ഞു വേഗം ആ കടിഞ്ഞൂത്ത് ഉദയനൻ്റെ ശവശരീരം വളരെ ആർഭാടമായിട്ട് യഥാവിധി വേണ്ട ആചാരപ്രകാരം തെക്കേ പറമ്പിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു. കുട്ടികളെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. മാധുവിൻ്റെ ആങ്ങളമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വഞ്ചകിയുടെ ശരീരം ഈ കടഞ്ഞോത്ത് തറവാട്ട് പറമ്പിൽ വയ്ക്കാനേ പറ്റില്ല. നിങ്ങൾ ശവം എടുപ്പിച്ചുകൊണ്ട് പൊക്കോളണം. നിങ്ങളുടെ പെങ്ങൾ ചെയ്ത ചതി കാരണമാണ് എൻ്റെ നല്ല ചങ്ങാതിയും കൂടി മരിച്ച് ഇതായത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് മാധുവിൻ്റെ ശവം എടുപ്പിച്ച് അവരുടെ വൈക്കരിക്കട്ടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ഉദയനൻ ചെയ്ത കാര്യം എന്താണെന്ന്, 2 കുട്ടികളുണ്ടായിരുന്നു അവർക്ക്. കുട്ടികൾ 2 നിഷ്കളങ്കരായ കുട്ടികൾ. ഉടനെ തന്നെ ഇവിടെ വന്നിട്ട് ഈ വൈക്കിലേരിക്കുട്ടിയുടെ അമ്മയെ വരുത്തി അവരോടൊപ്പം താമസിച്ച് അവരെ സംരക്ഷിക്കാൻ പറഞ്ഞു. ഈ കടിഞ്ഞോത്ത് കുഞ്ഞുദയനൻ്റെ സർവ്വ സമ്പാദ്യങ്ങളും ആ കുട്ടികളുടെ പേരിലാക്കി എഴുതി വെപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തച്ചോളി മേപ്പയിലേക്ക് കുഞ്ഞുദയനൻ പോയത്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പിന്നീടും ജീവിതത്തിൽ പല തിരക്കുകൾക്കിടയിലാണെങ്കിലും വല്ലപ്പോഴുമൊക്കെ ചെന്ന് ആ കുട്ടികളെ കാണാറുണ്ട്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ചെലവിനും അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലുമൊക്കെ തന്നെ കൊണ്ട് ആവുന്ന പോലെ അവരെ സഹായിക്കാറുണ്ട്. ഒരു സംരക്ഷണം, അവരുടെ ഒരു അമ്മാവൻ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംരക്ഷണം ആ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ തച്ചോളി ഉദയനൻ്റെ നല്ലൊരു മനസ്സാണ് കാണുന്നത്. കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത, അനാഥപ്പെട്ടു പോകാതെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത. ഇതാണ് ഇന്നത്തെ കഥ. തച്ചോളി ഉദയനനും കടഞ്ഞോത്ത് ഉദയനനും 2 പേരും ആയിട്ടുള്ള ഒരു കഥയാണത്. ഇന്ന് ഈ കഥ ഇപ്പോൾ ഇവിടെ തീർന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. വടക്കൻ പാട്ടുകൾ നമ്മുടെ പൈതൃകമായ ഉത്തര കേരളത്തിൻ്റെ സംസ്കാരമാണത്. നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാം.